പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതിദിനം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ എൻ്റെ കണ്ണട പോയി. ജോസ് കാലത്തിങ്കൽ എന്നാണോ എന്നറിയില്ല. ഇമ്രാനെ ടൈം പാസിന് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ട് കൊടുത്താൽ രാവിലെ ആകുമ്പോൾ പൊതിച്ചിട്ടുണ്ടാവും. എനിക്ക് 3 രാജപാളയം റോയൽസ് ഉണ്ട്. രാത്രി ഒരാളെ മാത്രം തുറന്നു വിടും, 2 പേരെ പകല് തുറന്നു വിടും. വാങ്ങിച്ചു കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ ഒന്നും വേണ്ട, ചിരട്ട കിട്ടിയാൽ അത് മതി, വലിയ എല്ലുകളായാലും മതി. ഇവിടെ നാളികേരം കൊടുത്തു നോക്കായിരുന്നു. ഇനി ഒരു കാര്യമില്ല. ആ നാളികേരൊക്കെ ഇവിടെ എടുക്കുണ്ടാവും, അതൊന്നും അയാൾ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ എല്ല് സരിത വാങ്ങിച്ചു കൊടുത്തു. എല്ലും ബോള് അങ്ങനത്തെ കളിപ്പാട്ടങ്ങളില്ലേ, ടോയ്സ്, അത് ഞാൻ ഈ ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് കൊടുത്തു നോക്കി. അത് വേണ്ട, തുണ്ടില്ല. അതുമേ നമുക്ക് ഉപകാരമുള്ളതും അവർക്ക് ഉപകാരമില്ലാത്തതുമായ സാധനത്തിലാണ് നോട്ടം മുഴുവൻ. രക്ഷയില്ല. അടുത്തത് ലിജി ഷാം. അജു സരിതയെ ടെൻഷൻ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടാൽ മതി. നിങ്ങളെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട്. എന്ന് നടക്കും എന്നറിയില്ല. തീർച്ചയായിട്ടും ഒരു ദിവസം അങ്ങോട്ട് വരൂ. അടുത്തത് മിനി എസ് കുമാർ. ഇതൊക്കെ എന്ത്? ഇവിടെ 1 മാസം പ്രായമാകാത്ത ഇലക്ട്രിക് കാറിന്റെ അടിയിൽ കിടന്ന് മുഴുവൻ വയറും പറിച്ചെടുത്തു. ചിലവ് 1,30,000. പിന്നെ ചെരുപ്പ് ഞങ്ങളിപ്പോൾ കയ്യിലാണ് ഇടുന്നത്. ചേട്ടൻ ഡിക്രു ഇതൊന്നും ചെയ്യില്ല. അനിയൻ ചോട്ടു ആണ് ഇതിന്റെയൊക്കെ ആള്. അപ്പൊ ചേട്ടന്മാർക്ക് വേണമെങ്കിൽ ഒരു പക്വത വരെയായിരിക്കും. ഇവിടെ ചാർലി യാതൊരു പ്രശ്നമില്ല. ചാർലിയും പേളി ഉണ്ടായിരുന്ന സമയത്ത് ആകെ ചാർലി ഒരു വട്ടം കണ്ണാടി പൊട്ടിച്ചു. അതല്ലാണ്ട് ആ സമയത്ത് കൊണ്ടുവന്ന പ്രായത്തില് ഇത് മൂത്തുടങ്ങി. എന്നിട്ട് ഒരു കാര്യമില്ല. അടുത്തത് രഞ്ജിനി പ്രസാദ്. അജുവേട്ട സരിതേച്ചി, നിങ്ങൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആകെ വിഷമിച്ചേനെ. നിങ്ങൾ വിഷ് ചെയ്തപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. സത്യം. ഞാൻ ഇടയ്ക്ക് കമൻറ്റ് ഇടാറുണ്ട്, പക്ഷേ ഇന്ന് റിപ്ലൈ തന്നപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമായി. കഴിഞ്ഞ വർഷവും നിങ്ങൾ വിഷ് ചെയ്തിരുന്നു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നുന്നു. രഞ്ജിനി പ്രസാദിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു 9ാമത്തെ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ 9ാം വിവാഹ വാർഷികം എന്ന് പറഞ്ഞപ്പോൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട്. അടുത്തത് വിനോദിനി KP. അജു സരിതേ, ഇമ്രാൻ കുഞ്ഞല്ലേ, കുഞ്ഞുങ്ങളല്ലേ ഇതുമാതിരി പണികളൊക്കെ ചെയ്യൂ. അല്ലാതെ നിങ്ങൾ ചെയ്താൽ പിന്നെ നിങ്ങളെ കാണണമെങ്കിൽ ഞങ്ങൾക്ക് കുതിരവട്ടത്തോ ഊളംപാറയിലോ വരേണ്ടി വരും. ഇല്ല, കുതിരവട്ടത്തും ഊളംപാറയിലും പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ പടിഞ്ഞാറക്കോട്ടയുടെ പറഞ്ഞ തൃശ്ശൂരിന്റെ സ്വന്തം പടിഞ്ഞാറക്കോട്ട, അവിടെയാണ് നമ്മൾ കാണാം. അടുത്തത് ഫാത്തിമ നാജ. ഞാനാണ് പറഞ്ഞത് റിയാസിന്റെ കല്യാണ തിരക്കിലാണ് എന്ന്. അപ്പോൾ എന്റെ ഭർത്താവിന്റെ അനിയന്റെ കല്യാണ തിരക്കിലായിരുന്നു. അവന്റെ പേരും റിയാസ് എന്നാണ്. അതാണ് അന്ന് അങ്ങനെ ഒരു കമന്റ് വായിച്ചപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. ആളുടെ ഭർത്താവിന്റെ അനിയന്റെ കല്യാണ തിരക്കായിരുന്നു ആ സമയത്ത്. അതും റിയാസ് തന്നെ പേര്. അപ്പൊ അങ്ങനെ എഴുതി വിട്ടത്. നമ്മുടെ ഇവിടുത്തെ റിയാസിനെ കാണാനില്ല, ഇവിടെ പോയാവോ. അപ്പൊ മുൻപ് ഒരാള് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അതായത് റിയാസിന് നാളെ നമ്മൾ കമന്റില് ഇത്തിരി പ്രകോപിപ്പിച്ചെന്ന് തോന്നുന്നു. കഴിഞ്ഞതിന്റെ മുന്നിലത്തെ ഇങ്ങോട്ട് കമന്റ് വായനയില് റിയാസിന്റെ കമന്റ് വായിച്ചിട്ട് നമ്മൾ റിപ്ലൈ കൊടുത്തത് ചിലപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതാവും ആ പറഞ്ഞ ഇത്തിരി കൂടിപ്പോയിന്ന്. എന്തിട്ടായിരുന്നു ആ കമന്റ്? എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ തമാശയിൽ വല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അല്ലാണ്ട് അതിന്റെ തമാശയിൽ എടുക്കുന്ന ടൈപ്പ് ആളാണല്ലോ. ആളും നമ്മളെ എന്തും പറയണതാണ്. അപ്പൊ പിന്നെ ആൾ തിരിച്ച് നമ്മൾ അതിനനുസരിച്ചിട്ട് തമാശയിൽ മറുപടി പറയുമ്പോ അതും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളായിരിക്കുമല്ലോ, അല്ലേ? തിരക്കുകളുണ്ടായിരിക്കും. അടുത്തത് അല്ല, എപ്പോഴും കമന്റ് ഇടാൻ സമയം കിട്ടിയെന്ന് വരില്ലോന്ന്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. എന്റെ ദൈവമേ. അലിമോൻ. ഹരിയാലി മുർഗ്. ഇത്രയും മതി ഇമ്രാന്. ഒരു ഇലക്ട്രീഷ്യൻ കോഴ്സിന് ചേർത്തോ, അവന് ആ ഫീൽഡിൽ നല്ല ഭാവിയുണ്ട്. തൈരിന് പകരം തേങ്ങാപ്പാൽ ചേർക്കൂ അജു എന്റെ സരിതാ. ജഗ്ഗു ഹൈദരാലി ചിക്കനെ അല്ല, ഹരിയാലി ചിക്കൻ. ഇപ്പൊ എനിക്ക് അധികം ചിരി വരുന്നില്ല. അന്ന് എനിക്ക് ചിരി നിർത്താൻ പറ്റണ്ടായിരുന്നില്ല. അടുത്തത് സിജി രാജേഷ്. കുയിൽ കൂവുമ്പോൾ തിരിച്ചു പോകാനൊക്കെ പറ്റിയ ഒരു ഭാഗ്യമാണ് അജുവേട്ടാ. എനിക്കൊക്കെ പോവാനൊക്കെ തോന്നുമെങ്കിലും അടക്കി പിടിച്ച് നിർത്തുകയേ തരമുള്ളൂ. എനിക്കുമുണ്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നൊരു കൂട്ടുകാരൻ. അത്രയ്ക്ക് ഇന്നസെന്റ് ആയവർക്കേ അങ്ങനെയൊക്കെ പറ്റൂ. നമുക്ക് ഇവിടെ വിശാലമായി കിടക്കുന്ന കാരണം നമുക്ക് കുയിലിന്റെ കൂവലിനെ തിരിച്ച് കുവി പോവാം. ഞാൻ പ്രദേശത്തൊന്നും ആൾക്കാരൊന്നും ഇല്ല. വേറെ പണ്ടൊരു കഥ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ഇവിടുത്തെ വിനോദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആളുകൾക്ക് അറിയില്ല എന്നുണ്ട്. വിനോദ് എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അവനെന്താ വെച്ചാൽ ഈ നാട്ടിലത്തെ കോഴികള്, ഒരു വീട്ടിൽ എത്ര കോഴികൾ ഉണ്ടെങ്കിൽ അവനത് അറിയാൻ പറ്റും.
എല്ലാ കോഴി കുഞ്ഞുങ്ങളെ കണക്കെടുപ്പും കോഴിച്ചാത്തന്മാരെ കണക്കെടുപ്പും കോഴിപ്പിഴകളുടെ കണക്കെടുപ്പും ഒക്കെ അവനറിയാം. അപ്പോൾ ഈ ഒരു വീട്ടിലെ കോഴികളെ കൂട്ടി തന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ഓടിയാണ് നടക്കും. പറമ്പുകൾക്ക് മതിലുകളിൽ വേലികളിൽ ഒന്നുമില്ല. എല്ലാവരും ലോകമേ തറവാടെന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ വീടുകളും. പണ്ട് കാലത്തെ കാര്യം കേട്ടോ പറയുന്നത്. പണ്ട് കാലത്ത് 1985 കാലഘട്ടമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കോഴിനെ കണ്ടു കഴിഞ്ഞാൽ പറയാം അത് ആരെ വീട്ടിലെ കോഴിയാണ്, അത് എത്ര മുട്ടയിടും, എല്ലാ കാര്യങ്ങളും ആൾക്കാർ അറിയാം, ചെറിയ കുട്ടീന്. അപ്പോൾ ഈ കുയിലിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ കൂന്ന് കൂവും. അപ്പോൾ ഇവൻ കോഴികളിങ്ങനെ നോക്കി നടക്കുന്ന ടൈമിൽ ഒരു കുയിലിൻ്റെ ശബ്ദം കേട്ടു. ഇവൻ കുയിലിനെ കുവി, ഇവൻ തിരിച്ചു കുവി കൂ. അപ്പോൾ കുയിലും കുവി. പിന്നെ ഇവൻ ഈ കുയിലിനെ അന്വേഷിച്ച് നടക്കലായി. ഇങ്ങനെ കൂവല് കേട്ട സ്ഥലത്തേക്ക് നടന്ന് പോയി. അപ്പോൾ നമ്മുടെ ദിനേശ് ഉണ്ട്, ഈ കുയിൽ പോയി, ഒറിജിനൽ കുയിൽ പോയി. ദിനേശ് ബാത്റൂമിൽ ഇരുന്നിട്ട് ഈ ഇവൻ കൂവണതിന് പകരം കുയിലിന്റെ അതേ ശബ്ദത്തിൽ ദിനേശ് പോവാ. അങ്ങനെ ഇവൻ വിചാരിച്ചു പുറത്തല്ല, ഇതിന്റെ ഉള്ളിലാണ് കുയില്, ഈ കുയിലിനെ പിടിക്കാം. അങ്ങനെ അപ്പുറത്ത് നിന്നിട്ട് ഇവർ രണ്ടുപേരും പരസ്പരം അപ്പുറത്ത് കൂ, ഇവൻ അതിൽ കൂ, അങ്ങനെ രണ്ടുപേരും കൂവി നിൽക്കുക. നമ്മളൊക്കെ ഇത് കണ്ടിട്ട് ഇവര് ഇത് കാണാതെ പുറത്ത് നിന്നിട്ട് കാണുന്നത്, ഇവര് നിന്നിട്ട് അപ്പുറത്തോടത്ത് കൂരുന്നുണ്ട്. പിന്നെ ഡോർ തുറന്ന് വന്നപ്പോഴാണ് ദിനേശാണിത്. അങ്ങനെ തമാശ. അല്ല, കുയിൽ അതൊരു സന്തോഷകരമായ ഒരു കാര്യമാണ് കേട്ടോ. കുയിലിന്റെ ഒപ്പം നമ്മൾ കുവി നടക്കണത്, നമ്മൾ തന്നെ കുഞ്ഞു കുട്ടികളായി മാറും അല്ലേ ആ സമയത്ത്. ചേട്ടനെ ഒരു മര്യാദ ഇല്ലാത്ത ടൈപ്പ് കൂവല, അതിനെ കൂവി ഓടിപ്പിക്കണ പോലെ തോന്നും. മധുരമായിട്ട് അല്ലെങ്കിൽ ആള് നിർത്തും. ആൾക്ക് ദേഷ്യം വരുന്ന ശരിക്കും അറിയാൻ പറ്റും. ദേഷ്യം വന്നിട്ടുള്ള കൂവല് അങ്ങനെ കൂവി പിന്നെ ആള് നിർത്തി പോവും. ജോസി ജോൺ കഷ്ണം തോണ്ടിയെടുത്തിട്ട് അയ്യോ കഷ്ണം പോന്നു അറിയാത്ത പോലെ ചേട്ടനെ ചാറ് തോണ്ടി എടുത്തിട്ടില്ല. അടുത്തത് രജനി പത്മനാഭൻ. എന്റെ അജു, കഴിഞ്ഞ ജന്മം ഇമ്രാൻ ഇലക്ട്രിക് കടയിലായിരുന്നു ജോലി. 1/2 മീറ്റർ 1 മീറ്റർ അളന്ന് മുറിച്ചിട്ടതാണ് അജു. സാരമില്ല, കുറച്ച് നഷ്ടം ഉണ്ടാവും, പിന്നെ ശരിയാവും. പുതിയ വയർ വാങ്ങിക്കണം അതിന് ലൈറ്റിന്. അടുത്തത് ശ്രീദേവ് സുരേഷ്. ഇന്നത്തെ വീഡിയോ സൂപ്പർ, ചിരിച്ചു മരിച്ചു. സരിതയുടെ ചിരി അതിലും ഗംഭീരം. ഇന്ന് അജുവേട്ടൻ ജഗ്ഗൂട്ടനേക്കാൾ കുട്ടിയായി മാറി. ജഗ്ഗു ഗ്രേവി എടുത്തപ്പോൾ എന്നാ ഞാനും എടുക്കും എന്ന് പറഞ്ഞ് കറി കോരിയിട്ടില്ലേ, അത് കണ്ടപ്പോൾ ചിരി വന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടിത മാറാത്ത ഒരു പാവം, ഒരു ശുദ്ധൻ. അടുത്തത് KH ഷീജ. അജുവേട്ടൻ കുയിലിന്റെ ഒപ്പം കൂവിയപ്പോൾ കുട്ടിത്തപ്പോഴും ഉണ്ട്. എന്നെ പോലെ ഞാനും ഇങ്ങനെ ചെയ്യും. എന്നാൽ ഇപ്പോൾ വോക്കൽ കോഡ് ഡാമേജ് ആയി. 2 മാസം വോയിസ് റെസ്റ്റ് പറഞ്ഞു. അയ്യോ, അപ്പൊ അത്യാവശ്യം നന്നായിട്ട് ഉറക്ക ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ടൈപ്പ് ആളായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് വോക്കൽ കോഡ് ഡാമേജ് ആയിട്ട് പ്രശ്നം. അടുത്തത് സന്ധ്യ ബിജു. ഞാൻ ഉച്ചയ്ക്ക് ചോറ് ഉണ്ടോണ്ടിരുന്ന് ആ വീഡിയോ കണ്ടത്. ചിരിച്ച് ചോറ് നെറുകയിൽ പോയി. എനിക്ക് വല്ലതും പറ്റിയാൽ നിങ്ങളാണ് ഉത്തരവാദികൾ. എനിക്ക് ചിരി വന്നത് സരിതയുടെ ചിരി കണ്ടിട്ടാണ്. ആ സ്വിച്ച് ബോർഡ് കേബിൾ എടുത്ത് കാണിച്ചിട്ട് ഇനി ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ച് ഇമ്രാൻ അടിക്കണം. അവർക്ക് മനസ്സിലാവും, പിന്നെ ചെയ്യില്ല. ചേട്ടന്റെ വെള്ളി കേൾക്കാൻ ഒരു രസമാണ്. ഏതൊക്കെ തരം ദൈവങ്ങളാണ് ചേട്ടന്? ഇന്നലെ ചെരാത ദൈവം, മിനിഞ്ഞാന്ന് വേറെ ഏതോ ഒരു ദൈവം, ഓർക്കുന്നില്ല. അടി കൊടുത്താലും കാര്യമൊന്നുമില്ല. അടി കൊടുത്താലും ഇന്നിപ്പോ ഞാൻ അടി കൊടുത്തു. ചേട്ടനെ അടിക്കില്ലേനെ. ചേട്ടൻ എന്താണ് അവനൊക്കെ അതിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ടുള്ള ഇരിപ്പ് കാണുമ്പോ പാവം തോന്നിട്ട് അതുകൊണ്ട് അതിനെ അടിക്കണില്ല. അല്ലെങ്കിൽ അത് എന്നെ നന്നാവണ്ടെന്നറിയോ? എവിടെ കിടക്കണ്ട് ദേ. ഇന്ന് എന്റെ അടി കിട്ടി കാലത്ത് എന്റെ പുതിയ ചെരുപ്പില്ലേ, അത് കടിച്ചു മുറിച്ച് നശിപ്പിച്ചു. അത് വാഷിംഗ് മെഷീന്റെ ഇടുക്കിലായിട്ടിട്ടുണ്ടായിരുന്നേ, വർക്ക് ഏരിയയില്. മുറ്റത്തും കൂടി അല്ല, മുറ്റത്തു നിന്ന് എടുത്ത് വാഷിംഗ് മെഷീന്റെ ഇടുക്കില വെച്ചിട്ടുണ്ടായിരുന്നേ. അത് അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തോണ്ടേ കടിച്ചു മുറിച്ചു. പിന്നെ ചൂല്, പുതിയ പുല്ല് ചൂല് വാങ്ങിച്ചതിന്റെ കടഭാഗല്ലേ നമ്മൾ പിടിക്കണ ഭാഗം, പ്ലാസ്റ്റിക്, അത് മുഴുവൻ കഷ്ണാക്കിയിട്ടുണ്ട്. പിന്നെ ഷവർ ജെല്ല്, പിയേഴ്സിന്റെ ഷവർ ജെല്ല് ഒരു 3/4 കുപ്പി ഉണ്ട്. അത് ബാത്റൂമിൽ കയറിട്ട്, പുറത്തത്തെ ബാത്റൂമിൽ കയറിട്ടാണ് കൊണ്ട് എടുത്തേക്കണേ. അതെടുത്ത് അത് പൊട്ടിച്ച് അത് മറ്റേ ഇറയത്ത് മുഴുവൻ അത് ഷവർ ജെല്ല് ചവിട്ടികളും എടുത്തോണ്ടുണ്ട്. ബാത്റൂമിന്റെ അവിടെ ഇട്ടേക്കണതും വർക്ക് ഏരിയയിൽ ഇട്ടേക്കണതും. അപ്പം എനിക്ക് ദേഷ്യം വന്നു കണ്ടിട്ട്. പിന്നെ പത്രം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു 2-3-4 ദിവസം. അത് മുഴുവൻ പിച്ച് കഷ്ണം ഇങ്ങനെ മുഴുവൻ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. വർക്ക് ഏരിയ കണ്ടാൽ മതി, ബാക്കിൽ തറയാം. അപ്പൊ ഇന്ന് ഞാൻ ജഗ്ഗുവിനോട് പറഞ്ഞു, അച്ഛൻ അടിച്ചിട്ട് ഇത് നേരെയാവും തോന്നുള്ളൂ ഉണ്ണിയെ, നീ അതിനെ പിടിച്ച് പൂട്ടിയാ തെങ്ങുമ്മേന്ന് പറഞ്ഞു. തെങ്ങുമ്മ പൂട്ടി ഈ പൊട്ടിച്ചിട്ട സാധനങ്ങൾ മുഴുവൻ അതിന്റെ മുമ്പിൽ കൊണ്ടിട്ടിട്ട് അടിച്ചു. അയാള് എന്നെങ്ങണില്ല, എന്നെ എടുക്ക, കരയണ പോലും ഇല്ല.
കുറച്ച് നേരം ഞാന്നിട്ട് എനിക്ക് പാവുന്നോട്ട് അഴിച്ചു വിട്ടു. അത് ഇങ്ങനെ മോത്തി നോക്കിട്ട് കരയാ, അപ്പൊ അഴിച്ചു വിട്ടു. ചോറ് കൊടുത്തുള്ളോ? വിളയാട്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം. ഞാന്നിട്ട് അടിക്കണേലും മുന്നിൽ ഇപ്പൊ ഇതല്ലെങ്കിലോ ചാർലി ആണെങ്കിലോ CCTV എടുത്ത് നോക്കി. അപ്പൊ ഇവൻ തന്നെയാണ് ഒരു 11 മണി തൊട്ട് 12 മണി വരെയുള്ള പണി, ഇന്നലെ രാത്രി പണിയായിരുന്നു. ഞങ്ങളാണ് ഇന്നലെ നേരത്തെ കിടക്കുകയും ചെയ്തു. പകലെന്നാ അവന് ഒരു പ്രശ്നമില്ല, രാത്രിയിലാണ്. അപ്പൊ അവനറിയാം ചെയ്യണത് ശരിക്കായിട്ടുള്ള കാര്യമല്ലാന്ന് അറിയാം. ഇനി രാത്രി പൂട്ടിയുടെ രക്ഷയുള്ളൂ എന്തോട്ട് അല്ലേ? നോക്കട്ടെ. കണ്ട പൂട്ടില്ല അല്ലേ? പൂട്ടാറി പൂട്ടി അല്ല, എന്താ ചേട്ടൻ നോക്കട്ടെ എന്ന് പറയണ്. ചേട്ടനല്ല എന്നോട് പറയുന്നത്, എന്നെ എല്ലാ ദിവസവും ഓർമ്മിപ്പിച്ചോളോട്ടാ അതിന് പൂട്ടിയിടണം. ആ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ മറ്റേ ഇതിൽ എക്സ്റ്റൻഷൻ ബോർഡിന്റെ വയറ് മുഴുവൻ കടിച്ചു മുറിച്ചില്ലേ, അപ്പൊ അന്ന് പറഞ്ഞതാട്ടാ എന്നോട്ട് രാത്രി പൂട്ടാന്ന്. രാത്രി അപ്പൊ ഞാൻ പറഞ്ഞു അതിന് പൂട്ടിടലേന്ന് ചോദിച്ചു. പറഞ്ഞു ഏയ് പൂട്ടിടലേ, പിന്നെ ആവാം എന്നൊക്കെ പറഞ്ഞു. അത് ആ ദിവസവും വേറെ തൊട്ടൊക്കെ കുറെ നശിപ്പിച്ചു. പിന്നെ ഇന്നലെയും പൂട്ടിയില്ല. ഇന്നലെയും ചെയ്ത് ചെരുപ്പ് എത്ര രൂപ വരെ ചെരുപ്പ് അത് അധികം ഇട്ടിട്ടും കൂടിയില്ല, അതും നശിപ്പിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞ എന്നെ എല്ലാ ദിവസവും ഓർമ്മിപ്പിച്ചോളോട്ടാ ഞാൻ രാത്രി പൂട്ടാന്ന്. ഇപ്പൊ പൂട്ടേണ്ട കാര്യം പറഞ്ഞ നോക്കട്ടെ എന്ന് പൂട്ടും. മഴ മഴക്കാരെ കണ്ട ഭയങ്കര മഴക്കാരെ കാര്യപൊന്തിയപ്പയില്ലേ. അടുത്തത് വിൻഡിയുടെ തുടക്കത്തിൽ തന്നെ ചിരിച്ചു മരിച്ചു. ടങ് ട്വിസ്റ്റ് ഒന്നും അജുവിന്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്നേയില്ല. ദാറ്റ്സ് എ ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ്. ദീസ് തിങ്സ് ആർ സം ഓഫ് ദ മെനി ഫാക്ടേഴ്സ് ദാറ്റ് മേക്ക് യുവർ വീഡിയോസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച്. കീപ് ഗോയിങ് ഗൈസ്. അത് ശരിയാട്ടാ. അപ്പൊ ഇങ്ങനെ തെറ്റി പറഞ്ഞാലും അതെടുത്ത് നമ്മൾ ചിരിക്കില്ലേ, അത് കേട്ടിട്ട് ചിരിച്ചാലും ചേട്ടന് യാതൊരു പ്രശ്നവുമില്ല. ചേട്ടനും അത് പറഞ്ഞ് ചിരിക്കും. ചിലവർക്ക് അത് ഭയങ്കര എന്താ പറയാ, നമ്മുടെ ആത്മാഭിമാനത്തെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട പോലെ തോന്നും. എന്റെ അച്ഛൻ നന്നായിട്ട് കളിയാക്കും ബാക്കിയുള്ളവരെ എടുത്ത് പറഞ്ഞിട്ട്. പക്ഷെ അച്ഛൻ തെറ്റിയതൊന്നും പറയാൻ പാടില്ല. ചിലവരെങ്ങനെയാ, ബാക്കിയുള്ളവരൊക്കെ എന്തോരം വേണേ പരിഹസിക്കും. നിസ്സാര കാര്യങ്ങൾ കൂടി വലുതാക്കി പറഞ്ഞ് കളിയാക്കും, പരിഹസിക്കും. അവരെ ഒന്നും പറയാൻ പാടില്ല, അവർക്ക് ദേഷ്യം വരും. അടുത്തത് സബിതാമണി കണ്ടൻ. സരിതേച്ചി അജുചേട്ടനെ കളിയാക്കല്ലേ, ഈ വെള്ളിയൊക്കെ ഉണ്ടെങ്കിലേ കാണാൻ രസമുള്ളൂ. നിങ്ങൾ പുറത്തുപോയി ചെയ്യുന്ന ഒരു വീഡിയോ പോലും ഞാൻ കാണാറില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് വെറുതെ വീഡിയോ ഇട്ടാലും കാണും, ഒരുപാട് ഇഷ്ടം മാത്രം. ഇനി ഞാൻ കളിയാക്കിയില്ല, എനിക്ക് ചിരി വന്നതാ. അപ്പൊ നിങ്ങൾക്ക് കുറെ പേര് ഇത് ചിരി വന്നു എന്ന് എഴുതിയിട്ടില്ലേ. അങ്ങനെ ആരെങ്കിലും തെറ്റി പറയുമ്പോൾ നമുക്ക് ചിരി വരില്ലേ കേൾക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എത്ര ഇഷ്ടമുള്ളവരായാലും നമ്മുടെ മുന്നിൽ വെച്ച് വഴുക്കി വീഴി അങ്ങനെ നേരിടേണ്ട, ആദ്യം നമ്മൾ ചിരിക്കല്ലേ ചെയ്യുക. അത് അവരെ കളിയാക്കണതോ അവരെ കുറ്റപ്പെടുത്തണതോ അല്ലല്ലോ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് പറഞ്ഞിട്ട് ഇപ്പോൾ മുന്നെപ്പോഴെങ്കിലും തെറ്റി പറഞ്ഞിട്ടുണ്ടാവും, ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല അത്. എന്നിട്ട് പിന്നെ അത് കുറെ ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്ത് നീ അന്നും തെറ്റ പറഞ്ഞേ അങ്ങനെ ചോദിച്ചിട്ട് ചിലർ എടുത്ത് പറഞ്ഞ, അതാണ് കളിയാക്കല്. ഇത് തെറ്റി പറഞ്ഞ അപ്പൊ തന്നെ നമ്മളെല്ലാവരും കേൾക്കണവര് ചിരിക്കും. ഞാനല്ല അവിടെ ആരൊക്കെ നിൽക്കണ്ടവര് ചിരിക്കും. തുടങ്ങി ചേട്ടന്റെ ഓളി. ഞാൻ ശക്തി പോകുമ്പോ അതിന് ശക്തി വരും. അങ്ങനെ ട്യൂണിലാക്ക്. അടുത്തത് ഹരീഷ് പറഞ്ഞ പോലെ ഹരീഷ് തെക്കാട്ടിൽ. കീലേരി അച്ചുവിന് പകരം ഇനി ആര്? ഹൈദരാലി അജു. കീലേരി അച്ചു ആരാ? കൺകെട്ടിലത്തെ അയ്യോ ശ്രീകലാ ഷാബു. ഈ കിളിയുടെ സൗണ്ട് കേട്ടാൽ കൂവാത്തവർ കുറവായിരിക്കും. കുട്ടിക്കാലം നൊസ്റ്റു. പിന്നെ ശ്രീകലാ ഷാബു അറിവിട്ടുണ്ട് കേട്ടോ. ഹൈദരാലി ചിക്കൻ ഉണ്ടാക്കണം, എനിക്ക് ഈ സൂക്കേടുണ്ട്. ഈ കിളി കൂവുമ്പോൾ കൂടെ കൂവും, കിളിയെ വാശി പിടിപ്പിക്കും, നല്ല രസമാണ് കുയില് കേട്ടാ. അതേപോലെ മയിൽ കരയുമ്പോഴും അതുപോലെ സൗണ്ട് ഉണ്ടാക്കും. ഇതൊക്കെ ഒരു രസമല്ലേ എന്തോ. അപ്പോൾ കുട്ടികളെ പോലെയാണ്, നിങ്ങളെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ്. തീർച്ചയായിട്ടും നമുക്ക് കുട്ടികളുടെ മനസ്സുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുള്ളൂ. നമ്മളല്ലാണ്ട് ഈ സീരിയസ് ആയിട്ട് ബസ്സിൽ പിടിച്ച് എന്തിനാ നടക്കണല്ലേ. തൊട്ടടുത്ത് വന്നു തുടങ്ങിയ ആള് നമ്മളെ ഇത് വില എണ്ണയാന്ന് വിചാരിച്ചിട്ടാവൂ. രശ്മി സുരേഷ് നായർ. ഹൈദരാലി ചിക്കൻ എന്ന് കേൾക്കുന്ന കലാമണ്ഡല ഹൈദരാലിയുടെ ആത്മാവ്. എന്റെ പേരിൽ അവാർഡ് സ്കോളർഷിപ്പുകളൊക്കെ ഉള്ളത് അറിയാം, ഇപ്പൊ ചിക്കന് വേറെ എന്റെ പേരോ. ഈ ആരാധകരുടെ ഒരു കാര്യം എനിക്ക് വയ്യ. അത് ഭയങ്കര രസമായി ഉണ്ടാകാം. എന്റെ നന്നായിട്ടുണ്ട്.
അടുത്തത് സുമാപ്പു. കുട്ടികളെ പോലെ നീ എടുത്താൽ ഞാനും എടുക്കും എന്ന ജഗ്ഗു ഗ്രേവി എടുത്തപ്പോൾ ഓടി വന്ന് അജുവിൻ്റെ അടുക്കൽ കണ്ടപ്പോൾ അതാ ഓർമ്മ വന്നത്. പിന്നെ ഉപ്പ് പുളിയും തട്ടുന്ന നാവല്ലേ, തപ്പും തടവും ഉണ്ടാകും സരിതേ. അടുത്തത് മോളി ആൻഡോ. പാവം അജു, തെറ്റി പറഞ്ഞു കേൾക്കാൻ എന്തൊരു രസമാണ്. ഞാനും ചിരിച്ചു സരിതയോടൊപ്പം. അതൊരിക്കലും കളിയാക്കലല്ല, അങ്ങനെ ആളുകളെ ചിരിപ്പിക്കാനും വേണം ഒരു കഴിവ്, അത് അജുവിനുണ്ട്. കീപ് ഇറ്റ് അപ്പ് മൈ ബോയ്. അടുത്തത് അജി ഡാനിയൽ. ഇന്നു മുതൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഹൈദരാലി അജു എന്നാക്കി മാറ്റിയിരിക്കുന്നു. രാജി കെ പി. ഒരാളെ കരയ്ക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ചിരിപ്പിക്കാൻ കഴിയില്ല, അജുവിന് ആ കഴിവുണ്ട്. അടുത്ത് സ്വീറ്റി ബെനഡിക്റ്റ്. നിങ്ങളുടെ വീഡിയോ എന്നും കാണാറുണ്ട്, ചിലപ്പോൾ മാത്രം കമൻ്റ് ഇടും. രാവിലെ ആദ്യം നിങ്ങളുടെ വീഡിയോ ആണ് നോക്കുക, ഇല്ലാത്ത ദിവസം ഒരു വിഷമമാണ്. എന്നാലും ഇടയ്ക്ക് വന്നോ എന്ന് നോക്കും. നിങ്ങളും ഞങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾ പോലെയാണ്, ഒരു തവണയെങ്കിലും നേരിൽ കാണണമെന്നുണ്ട്. തീർച്ചയായും കാണാം. അടുത്തത് വിഷ്ണു കോലോത്തൊടി. ഔസേപ്പച്ചനും ഡെയിൻ ഡേവിസും ഒക്കെ ഒല്ലൂക്കാരല്ലേ, അവരെ പരിചയമുണ്ടോ? വേറെ ഏതൊക്കെ സെലിബ്രിറ്റീസ് ഉണ്ടോ ഒല്ലൂരിൽ? ഔസേപ്പച്ചനുണ്ട്, ഡെയിൻ ഡേവിസ് ഇല്ലേ, നമ്മുടെ കാജുവിൻ്റെ ക്ലാസ്സിലായിരുന്നു ഒല്ലൂര്, കാജുവിൻ്റെ സച്ചിൻ്റെയും ഹോളി ഏഞ്ചൽസിലെ. പിന്നെ സെലിബ്രിറ്റി നമ്മുടെ പാട്ടുകാരൻ ഇവൻ ഫ്രാങ്കോ. സുന്ദരിയേവാ അവൻ. പിന്നെയുള്ള വേറൊരു പാട്ടുകാരനുണ്ടല്ലോ, ദൈവമേ പേര് ഞാൻ മറന്നുപോയി. പിന്നെ നമ്മുടെ സ്റ്റീഫൻ ദേവസി അതെ, വർത്താനം കേട്ടറിഞ്ഞൂടെ തനി തൃശ്ശൂർ ഭാഷ. ഇവിടെ പഠിച്ചെന്ന് മാത്രം. ഇത് നമ്മുടെ ഈ തൃശ്ശൂർ ചേതനയില്. അതെ, അല്ല ആളുടെ വീട് ഇവിടെയാന്നാ ഞാൻ കേട്ടേക്കുന്നത്. ഞാൻ കേട്ട പോലെ. ഇനിയിപ്പോ എനിക്ക് തെറ്റിയതാണെന്ന് അറിയില്ല കേട്ടാ. അടുത്തത് സുഹ്റ ACS. അജുവേട്ടൻ്റെ കഥയും അഭിനയവും വളരെ നന്നായി. പിന്നെ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. ഞാനിപ്പോൾ കമൻ്റ് ഇടാൻ വൈകുന്നു അല്ലേ, സോറി. എന്തിനാ സോറി, എപ്പോഴെങ്കിലും ഇട്ടാൽ മതി. സരിത മോളെ ഓരോരോ കാരണത്താൽ കാണാൻ വൈകി പോകുന്നു, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ കാണുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് നിങ്ങൾ സ്വന്തം പോലെയാണ്. എൻ്റെ മോൾക്കും കണ്ട് നിങ്ങളെ പരിചയമായി. കാണുന്നത് ഞാനാണെങ്കിലും അവളും നിങ്ങളുടെ ശബ്ദം കേട്ടാൽ മനസ്സിലാവും. അടുത്തത് യുണൈറ്റഡ് ടയേഴ്സ്. അന്നത്തെ കാലത്തെ പോലീസുകാരുടെ യൂണിഫോമിനെ കുറിച്ച് പറയണമായിരുന്നു. ട്രൗസർ പ്രത്യേക തരം തൊപ്പിയും. സരിത കണ്ടിട്ടുണ്ടാവില്ല, പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ കാണാം അക്കാലത്തെ പോലീസ് വേഷം. സിനിമയിൽ കണ്ടിട്ടുണ്ട് ഞാൻ. മറ്റേ 3 കിലോ 5 കിലോ അരി ആ ട്രൗസറിന്റെ പോക്കറ്റിൽ കൊള്ളും. അവരുടെ പോക്കറ്റ് ഇങ്ങനെ തള്ളി നിൽക്കും ട്രൗസറേ. അത് മറ്റേ കൽപ്പനയില്ലേ, സിനിമ നടി കൽപ്പന ചെറുപ്പകാലത്ത് പറയാറുണ്ട്. എനിക്ക് എപ്പോഴും ഇവരെ ഈ പോലീസുകാരെ കാണുമ്പോഴേ ഈ ട്രൗസറിന്റെ ഇതിന്റെ ഉള്ളിൽ എന്തുട്ടാന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഭയങ്കര. ഇങ്ങനെ വടി പോലെ നിക്കണേന്നാ ഞാനും കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂല്. അടുത്ത പ്രിയ ജോഷി. നിങ്ങളും നിങ്ങളുടെ ഫാമിലിയിൽ ഓരോരുത്തരും എൻ്റെ സ്വന്തമാണെന്ന് ഞാനും വിചാരിച്ച അഹങ്കാരം കൊള്ളാറുണ്ട്. പക്ഷെ ഒരിക്കലും കണ്ടിട്ടില്ലേ, കാണുമോ എന്ന് അറിയുകയുമില്ല. എന്നാലും എപ്പോഴും നിങ്ങൾ പറയാറില്ലേ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളോട് സംസാരിക്കാറുണ്ട് എന്ന്. ഏത് നമ്പറിൽ വിളിച്ചാലാണ് സംസാരിക്കാൻ പറ്റുക? നമ്മുടെ മെയിൽ ID അതിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിലൊരു ഹായ് എന്തെങ്കിലും അയക്കിയിട്ട് നമ്പർ എടുക്കാം, അപ്പോൾ നമ്മൾ വിളിക്കാം. വാട്സപ്പിൽ കേട്ടോ, വാട്സപ്പ് നമ്പറാണ്. അതിൽ വിളിച്ചാൽ കിട്ടില്ല, കോള് കിട്ടില്ല. അതിൽ വാട്സപ്പ് മാത്രം പറ്റുള്ളൂ. മെയിൽ ID ഉണ്ട്, നമ്പറുണ്ട്, വിളിച്ചാൽ കിട്ടില്ല. അടുത്തത് സജിത സുബി. അജു ചേട്ടാ, സരിത, ജഗ്ഗു, ദീപാവലിക്ക് എനിക്ക് വിളക്ക് വെക്കാൻ പറ്റിയില്ല, നല്ല വിഷമമുണ്ടായിരുന്നു, മഴ എല്ലാം കൊണ്ടുപോയി. പിന്നെ പൂത്തിരി കത്തിച്ചപ്പോൾ ആശ്വാസമായി. ചെണ്ടുമല്ലികൾക്ക് പുതുജീവൻ കിട്ടിയത് സന്തോഷമായി. ചാരായ കഥ അടിപൊളി. ചെറിയേട്ടൻ ആശംസകൾ. താർ എനിക്കും ഇഷ്ടമുള്ള വണ്ടിയാണ്. എൻ്റെ കമൻറ്റ് വായിച്ചതിലും അതും 2 തവണ കണ്ണു നിറഞ്ഞുപോയി. എൻ്റെ ചേട്ടനെയും മോനെയും വീഡിയോ കാണിച്ചു കൊടുത്തു. പിന്നെ കമൻറ്റുകൾക്ക് മറുപടി തരുന്നുമുണ്ട്. നിങ്ങൾ എൻ്റെ സ്വന്തമാണ്. അടുത്തത് ശോഭ ദയാനന്ദ്. സരിത, ഞാൻ എന്നും വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ കമൻറ്റ് ഇടാറില്ല, ഒന്നിനും ഒരു ഉഷാറില്ല. നിങ്ങളുടെ വീഡിയോ കാണുന്നത് ഒരു ആശ്വാസമാണ്. ജീവിതം തന്നെ മടുത്ത പോലെയാണ്. എല്ലാ വീഡിയോയും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എന്താ അങ്ങനെയൊക്കെ പറയണേ, ജീവിതം മടുത്തു? ഈ ഹോങ്കോങ്ങിലല്ലേ, സിംഗപ്പൂരല്ലേ, ആണോ, ബാംഗ്ലൂര് അല്ല, ശോഭ ദയാനന്ദ് എന്ന് പറഞ്ഞിട്ട്. അതെ, ആളുകൾക്ക് നമ്മൾ കാണാൻ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറ്റേ ശോഭന വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയല്ലേ, സിംഗപ്പൂർ എവിടെയുള്ളത്? രണ്ടും തെറ്റിന്നുണ്ട്. എന്തേലും അതന്നെ.
അങ്ങനെ ജീവിതം അടുത്തു എന്നൊന്നും പറയരുത്. നമുക്ക് എന്തിട്ടിലാണോ എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഒരു ഇഷ്ടമില്ലാണ്ടിരിക്കുമോ ആളുകൾക്ക്? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും ഇഷ്ടമുള്ളത്. ആ ഇഷ്ടമുള്ള കാര്യം നമ്മൾ എന്താ വെച്ചാൽ അത് ചെയ്യാം, അതങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റുള്ളവരെന്ത് പറയും അങ്ങനെയൊന്നും വിചാരിക്കരുത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. അടുത്തത് മിനി മാനുവൽ. ഹായ് അജു സരിത, എന്നത്തെയും പോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു. അജുവിന് ഇന്ന് ഇത്തിരി എനർജി കൂടിയോ എന്ന് തോന്നി. സരിതൊപ്പം പുല്ല് പറിക്കാൻ കൂടിയതാവും. പിന്നെ അജു വിചാരിച്ചിട്ട് ഇപ്പോൾ ദുബായിലുള്ള ഞങ്ങൾക്ക് തുലാവർഷ മഴ കാണാൻ സാധിച്ചു. അടുത്തത് തിലകൻ ആർട്ട്. ചീട്ടുകളിക്കാരെ പോലീസ് ഓടിച്ചപ്പോൾ അടുക്കളയിൽ അടുപ്പിന്റെ അടുത്ത് വന്നിരുന്നിട്ടുണ്ടെന്ന്. പാതും പുറത്ത്. നമ്മുടെ മറ്റേതിലത്തെ പോലെ സിനിമകള് കണ്ടില്ലേ, ആക്ഷൻ ഹീറോ ബിജുല് പോലീസുകാര് ചീട്ടുകളിക്കാരെ ചോറിനോടത്ത് വന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല സാറേ, ചോറിന്റെ ഇടയിൽ വന്നിരുന്നതാന്ന് പറഞ്ഞിട്ടല്ലേ. പണ്ട് കാലത്ത് എല്ലാ സ്ഥലത്തും ചീട്ടുകളിക്കാരിരിക്കുന്നതാണ്, വട്ടം കൂടി ഇരുന്നിട്ട് ചീട്ടുകളി എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. എന്നിട്ട് ഓടി കണ്ട വീടിന്റെ ഉള്ളിലേക്ക് കയറി അവരുടെ കൂടെ ഒന്നും അറിയാത്തോളം ഇങ്ങനെ ഇരിക്കുക. അടുത്ത് മുന്താസ്. ഞാൻ കളിക്കുമ്പോഴേക്ക് ചീട്ട് കളിക്കപ്പോ അപ്പൊ അടുത്ത് കുറെ ചീട്ട് കളി സംഘങ്ങളുണ്ടാവും. അവിടെ ഇവിടെ ഇരുന്ന് ചീട്ട് കളി, കാശിനാണ് ചീട്ട് കളിട്ടാ. പോലീസുകാരുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ പന്ത് കളിക്കുന്നവരുണ്ടാവും, ചെറിയ പിള്ളേർ പന്ത് കളിക്കുന്നുണ്ടാവുക. ഒരു തവണ ചീട്ട് കളിക്കാരെ ഓടിച്ചപ്പോ രണ്ട് പ്രായമായവർ ഓടി വന്നിട്ട് ഞങ്ങളൊപ്പം പന്ത് കളിക്കുന്നു. അപ്പൊ ഒരു ടീമില് ഞങ്ങൾ പ്രായം കുറഞ്ഞ 10, 5, 10, 12 വയസ്സ് പ്രായമുള്ള പിള്ളേർക്കാണ്. അതിന്റെ ഇടയിൽ രണ്ട് മൂത്തപ്പന്മാര് പന്ത് കളിക്കാൻ കൂടി വെക്കണു. പോലീസുകാരെ ഇവ കണ്ടിട്ട് ഓടിനെ. അങ്ങനത്തെ തമാശകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പണ്ട് കാലത്ത്. അടുത്തത് മുംതാസ്. ഞാൻ എന്നും നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട്, പക്ഷെ ഇതുവരെ മെസ്സേജ് അയച്ചിട്ടില്ല. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ രാജഗോപാൽ EK. ജുറാസിക് പാർക്ക് സിനിമയിൽ കാടിനടിയിൽ നിന്ന് ഇടയിൽ നിന്ന് ഡിനോസർ തലപൊക്കി നോക്കുന്ന പോലെ നെൽകൃഷി പാടത്തിനിടയിൽ നിന്നും ചാരായവാറ്റുകാരൻ തലപൊക്കി നോക്കുന്ന കഥ പറഞ്ഞപ്പോൾ കുറേ ചിരിച്ചുപോയി. ഈ നാട് എന്ന സിനിമയിൽ ചാരായം മാറ്റുന്ന രംഗം നന്നായി കാണിച്ചിട്ടുണ്ട്. അടുത്തത് രശ്മിനാഥ്. ഇന്നത്തെ വീഡിയോയിൽ പണ്ടത്തെ ചാരായ കഥ. ആ കഥ കേട്ടപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ചില കാര്യങ്ങൾ ഓർമ്മ വന്നു. ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് എൻ്റെ എഡ്യൂക്കേഷൻ ആരംഭിച്ചത്. അവിടെ ഒരു ചർച്ചും അതിനു ചുറ്റും ഒരു റബ്ബറും തോട്ടവും, അതിനിടയിലാണ് സ്കൂൾ. MC റോഡിന്റെ സൈഡിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ബാക്കിൽ തോട്ടം. അങ്ങനെ തോട്ടത്തിന്റെ ബാക്കിലോട്ട് പോകുമ്പോൾ കുറെ വലിയ കരിമ്പാറ ഒക്കെ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ജടായുപ്പാറ. അതുപോലെയുള്ള പാറകളാണ്. ഞാൻ നഴ്സറി മുതൽ 4th സ്റ്റാൻഡേർഡ് വരെ അവിടെയാണ് പഠിച്ചത്. ഇപ്പോൾ അവിടെ +2 വരെയുണ്ട്. അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ആളുകൾ ഈ റബ്ബറിന്റെ കരിയിലയുടെ ഇടയിൽ വലിയ കന്നാസിൽ ചാരായം ഒളിപ്പിച്ചു വെക്കും. കൂടെ ഗ്ലാസും ഉണ്ടാകും. ഞങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ചില ദിവസമൊക്കെ പോലീസുകാർ ഓടിക്കും ചിലരെയൊക്കെ. ചിലരെ കിട്ടും, മറ്റുള്ളവർ രക്ഷപ്പെടും. എന്നിട്ടോ ഈ പിടിക്കുന്നവന്റെ തലയിൽ ചാരായ കന്നാസും കാണും. അന്നൊക്കെ അതൊരു പേടിയായിരുന്നു. ഇന്ന് അജു ചേട്ടന്റെ ടോഡി സ്റ്റോറി കേട്ടപ്പോൾ അത് ഓർമ്മ വന്നു. പൂന്തോട്ടം സൂപ്പർ. ഇന്നലത്തെ വീഡിയോ രാത്രിയിലാണ് കണ്ടത്. ഉറക്കം വന്നത് കൊണ്ട് കമൻ്റ് ഇടാൻ ഇരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പൂക്കളൊക്കെ ചെരിഞ്ഞു കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞു എന്ന് വിചാരിച്ചു. അത് മൊത്തം വെട്ടിമാറ്റുമോ എന്ന്. ഇന്ന് സമാധാനമായി. അത് ഇനിയും കുറച്ച് നാൾ കൂടി നിന്ന് പൂക്കൾ തരും. മഴവെള്ളം വീണ് വെയിറ്റ് കൂടി ചാഞ്ഞു പോകുന്നതാണ്. ഇന്നിപ്പോൾ കമ്പ് വെച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സൂപ്പറായി. ചെറിയ ഏട്ടനൊരു ഹായ്. താർ പെട്ടെന്ന് വരട്ടെ. അമ്മേ വലിയ കമന്റ്. ഈ മറ്റേ ഈ തലയിൽ വെച്ച് കൊണ്ടുപോകുന്നതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. മങ്കിലികളില്ലേ ചാരായം. സിനിമയിൽ മാത്രമല്ല നമ്മുടെ ഇതിലേക്ക് കൊണ്ട് നടത്തുന്ന കാണാം. പിന്നെ ഈ ചാരായ കച്ചവടം നടത്തുന്ന വീട്ടിലത്തെ പെണ്ണുങ്ങളുണ്ട്. ആണുങ്ങള് സംഗതികളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കും, പെണ്ണുങ്ങളായിരിക്കും വീട്ടില് സപ്ലൈ ചെയ്യുക. അപ്പൊ അവരൊക്കെ നമ്മുടെ ഈ മറ്റേ പണ്ടത്തെ ഈ ഭരതന്റെ സിനിമകളിൽ കാണാം, പണ്ടത്തെ ലോറി അങ്ങനത്തെ സിനിമകളിലൊക്കെ കാണാം ഈ ചാരായ കച്ചവടം. അപ്പൊ ഇവരെ പോലീസുകാർ ഷാൾട്ടാരെന്ന് പറയും ഞങ്ങള് പണ്ട് എക്സൈസിനെ. അവര് വലിയ ചൂരിലുകൊണ്ട് ഈ പെണ്ണുങ്ങളെ അടി പാടത്ത് കിട്ടി അടിക്കുന്നതാണ്. ഇവ അവിടെയൊക്കെ ചാരായ കച്ചവടം ഉള്ള ഒരു വീടുണ്ടായിരുന്നു. അവരെ പിടിച്ചു കൊണ്ടിട്ടേ ഇത് കുത്തി മങ്കിലി ചാരായ മങ്കിലി അത് കുത്തിയെടുത്തിട്ടത്. നമ്മുടെ ഇതിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഫ്രാങ്കോ അക്കര എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ അവിടുത്തെ ഒരു ചേട്ടനാണ്. ആളെ വീടിൻ്റെ ബാക്ക് വശം 10-50 കൊല്ലങ്ങൾക്ക് മുമ്പ് ബാക്ക് വശം മറ്റേ ഈ കശുമാവും തോട്ടമായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ ഈ ചാരായത്തിൻ്റെ ഈ മങ്കിലികൾ അതിൽ ഈ വാഷും മറ്റേ ഈ ശർക്കരയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഇവര് എന്താ പിള്ളേരുകൾ കളിക്കുമ്പോൾ കല്ലും മണ്ണും വാരിയൊക്കെ അതിലിട്ട് പോകുന്നു. അവിടെ ഒരു ചേച്ചിയുടെ പേര് ചാരായ മേരി എന്നായിരുന്നു. ചാരായ മേരി എന്നായിരുന്നു പേര്. അവർക്ക് മരിച്ചു പോയിട്ട് കുറേ കൊല്ലങ്ങളായിട്ടുണ്ടാവും. നമ്മളൊക്കെ കേട്ടിട്ടുള്ള തന്നെ നമ്മള് കമന്റ് കാണാനില്ലേ. അപ്പോൾ ഫ്രാങ്കോന്റെ ഓർമ്മകളുണ്ട്. ഇത് വായിക്കാം അടുത്തത്.
അടുത്തത് KH മുനീർ കരയിൽ. ഇവിടെ സൗദിയിൽ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം അജൂസ് വേൾഡ്, നല്ല കോമ്പിനേഷൻ, ഒപ്പം അജുവിൻ്റെ കഥകളും. എണീറ്റ് വീട്ടിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ വീഡിയോ ആണ്, ചായകുടിയോടൊപ്പം നിങ്ങളും. സന്തോഷം. അടുത്തത് ജിസ്മീസ് വേൾഡ്. ഞങ്ങളുടെ ഭാഗത്ത് പണ്ട് ചാരായമാര് നടത്തിയവരുടെ മകൾ ഇപ്പോൾ ഗവൺമെന്റ് ഡോക്ടറാണെന്ന്. ശരിയാ. അടുത്തത് അത് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്ത ചാരായം വരുന്ന പണ്ട് മരിച്ചുപോയ മോഹനേട്ടന് ചാരായ കച്ചവടം ഉണ്ടായിരുന്നു. ആള് ഒരു തവണ പോലീസ്, ഭയങ്കര ആരോഗ്യമായിരുന്നു പണ്ട്. ആള് പറയുന്നത് പോലീസ് കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൈയില്, ഈ കൈയിന്റെ ഇരട്ടി വലിപ്പുണ്ടോ കൈ, വിരലുകളൊക്കെ ഇല്ലേ, ഓരോ വിരലുകളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ആദ്യ ആള് ഇങ്ങോട്ട് കൈക്കോട്ട് കളിക്കാൻ വരുന്നോടന്നാട്ടാ. പണ്ട് ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ആളാണ് ഇവിടുത്തെ സ്ഥിരം പറമ്പിൽ പണി. അപ്പൊ ആള് കളിക്കാനായിട്ട് വരുമ്പോ ആളുടെ കൈ കണ്ടപ്പോ, ഞാൻ കൈയും കാലൊക്കെ കണ്ടപ്പോഴേ നീര് വന്ന് വീർത്തിരിക്കാൻ ചു. സാധാരണ ഒരു മനുഷ്യന്മാരുടെ വിരലിന്റെ വണ്ണവും നീളമൊന്നല്ലേ, ഒരു പ്രത്യേക വലിപ്പ ആളുടെ വിരലുകള്. അതായത് തോട്ടിൽ മീൻ പിടിക്കും, ആൾക്ക് മീൻ പിടിക്കുന്ന കഴിവാ. മീൻ പിടിക്കുമ്പോ നമ്മള് ഈ മീനുകളില്ലേ ഇങ്ങനെ ഒരു പൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീൻ ആ വശത്തോടെ ഇപ്പൊ ഒരു 2 മീറ്റർ അകലോടെ പോണ മീൻ വരെ ആളെ കയ്യിൽ പെടും. അത്രയ്ക്ക് നീള വിരലുകൾക്ക്, നീളവും വണ്ണവും. അപ്പൊ ആള് പറയുന്നതായിട്ട് ചെറുപ്പകാലത്ത് ചാരായ കച്ചവടം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പോലീസ് ഓടിപ്പിക്കുമ്പോ 20 ലിറ്ററിന്റെ 2 ക്യാൻ നിറച്ചിട്ട് അത് രണ്ടും പിടിച്ചിട്ട് ഓടുന്നു. മറ്റേ മുള്ളുവേലിയൊക്കെ ചാടി പോകും. അത്ര ഹെൽത്തി ആയിരുന്നു ആള്, ഭയങ്കര ആരോഗ്യമായിരുന്നു. അംബാസഡർ. പിന്നെ ചാരായ കച്ചവടത്തില് എന്ന് പറഞ്ഞ പൈസ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുണ്ട് വളച്ചു കുത്തിയിട്ട് ഈ ആളുകൾ കുടിക്കാൻ പറ്റുന്നവര് 1 രൂപയും 50 പൈസയും 2 രൂപയൊക്കെ ഇടുന്നത് ഈ മുണ്ടിന്റെ ഉള്ളിലാണ് ഇടുക. എന്നിട്ട് എല്ലാം മുണ്ട് അടിപൊളിയായിട്ട് മുറുക്കി കുത്തിയിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് പൈസ ഇട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് മറ്റേ നടപ്പരയിൽ വന്നിട്ട് ഈ മുണ്ട് അഴിച്ചിട്ട് ഒറ്റ കുടയിൽ ഉടയുമ്പോ അകം നിറയെ കാശാ. പിന്നെ എങ്ങനെ ചാരായ കച്ചവടം തുറന്നു പോകാണ്ടിരിക്കുക. അത്രയ്ക്കധികം കാശായിരുന്നു. ആൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അന്ന് ആ കാശ് എണ്ണി സാമ്പത്തികം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി കളിച്ച്. അങ്ങനെ ചാരായക്കാർക്ക് കണ്ടമാനം കഥകൾ പറയാണ്ട്. അടുത്ത് ജോൺ വർഗീസ്. ഞാൻ എൻ്റെ സരിതയെ നീ തെറ്റിദ്ധരിക്കരുത്, ഞാൻ കമൻ്റ് ഇടാത്തത് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചാണ്. റിപ്ലൈ തരുന്നത് നിങ്ങൾക്ക് സുഖമുള്ള കാര്യമല്ലല്ലോ, അതുകൊണ്ടാണ് എപ്പോഴും ഇടാത്തത്. ജോൺ വർഗീസ് ചേട്ടാ ഇങ്ങനെയൊക്കെ ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്. അല്ല ഇപ്പൊ ഞങ്ങളിത് വായിക്കോ, നിങ്ങളോട് അത്രയും കൂടി അടുപ്പം കൂടി ഉള്ളത് കൊണ്ടാണ് നിങ്ങളോട് കമന്റ് ഇടാനും പറയേണ്ടത്. നമുക്ക് എല്ലാം വായിക്കാൻ പറ്റില്ലല്ലോ. അവർ എത്രയോ കമന്റുകളുണ്ട്. 10 ഒരാഴ്ചത്തെ കമന്റ് എന്ന് പറഞ്ഞാൽ 3000 കമന്റോളം വരും. 2000 കമന്റെങ്കിലും വരില്ല. നമുക്ക് അതിന് മൊത്തം മറുപടി കൊടുക്കാൻ പറ്റില്ല. കുറച്ച് നമുക്ക് ഇപ്പൊ കഴിഞ്ഞ വട്ടം ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് നമ്മള് മറ്റേ ഇത് തുടങ്ങിയില്ലേ, ഉള്ളിലേഹ്യം, നമ്മള് ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞാലാണ്. ഇത്രമാത്രം ആളുകളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടെന്നേ. എന്തോരം കമന്റ് അതില് മുഴുവൻ നമുക്ക് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടുള്ള സംരംഭം വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആശംസകളാണ് അതിൽ മുഴുവൻ. കുറേ നാളുകളായിട്ട് നമ്മുടെ വീഡിയോ കാണാത്തവരൊക്കെ കൂടി വന്നിട്ട് നമുക്ക് ഇങ്ങനെ ആശംസകൾ അർപ്പിച്ചിട്ടുണ്ടായില്ലേ. എല്ലാവരോടും നന്ദിട്ടാ. അടുത്തത് റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. വളരെ ശരിയാണ്. എന്നും വീഡിയോയിലൂടെ കാണുന്നു, കമന്റിലൂടെ സംസാരിക്കുന്നു. അങ്ങനെ നിങ്ങൾ സ്വന്തം ചേച്ചിയും ചേട്ടനായിട്ട് ഒരുപാട് നാളായി. എന്നെങ്കിലും നേരിൽ കാണണം. പേര് ചെറിയേട്ടൻ എന്നാണെങ്കിലും ആളൊരു വലിയേട്ടനാണ്. അടുത്തത് ബീന പ്രഭാകരൻ. അജുവേട്ട, സരിത, ജഗ്ഗു, ഗുഡ് മോർണിംഗ്. പിന്നെ നിങ്ങളുടെ 7 സഹോദരങ്ങളുടെയും ഭാര്യമാരുടെയും കുട്ടികളുടെയും പേരക്കുട്ടികളുടെയും പേര്, മറ്റു വിവരങ്ങൾ ഞങ്ങൾക്ക് പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? ഒരു 10-25 പേരുണ്ട്. പിന്നെ നമുക്ക് ഏതെങ്കിലും വീഡിയോയിൽ പറയാം. അടുത്തത് നെവിൻ ഫെർണാണ്ടസ്. ഇന്നത്തെ പൂന്തോട്ട വീഡിയോയും കഥ പറച്ചിലും എല്ലാം നന്നായിരുന്നു. പഴയകാല കഥകളൊക്കെ പറയുമ്പോൾ നമ്മളും നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോകും. 80കളിലും 90കളിലും ഒക്കെ നമ്മളെ നാട്ടിൻപുറങ്ങളിൽ നിലനിന്നിരുന്ന പലതും ഇന്ന് അന്യമാണ്. അന്നൊക്കെ നമ്മുടെ നാടുകളിൽ ഒരു ലോക്കൽ ചട്ടമ്പിയും അയാളുടെ കുറച്ച് ചിങ്കിടികളും അവരുടെ കുറച്ച് വീരകഥകളും, അവർക്കൊക്കെ കുട്ടികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ഇടയിൽ ഒരു ഹീറോ പരിവേഷവും ഒക്കെ ഉണ്ടാവും. നമ്മൾ വളർന്ന് വിദ്യാഭ്യാസമൊക്കെ നേടിക്കഴിഞ്ഞപ്പോഴാണ് അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരൊക്കെ എത്ര പരിതാപകരമായ അവസ്ഥയിലായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. അജുചേട്ടൻ പഴയ ചാരായ കൊതിയന്മാരെ പറ്റിച്ചത് പറഞ്ഞപ്പോഴാണ് അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം ഞാൻ ഓർത്തത്. എൻ്റെ ഒരു ടീനേജ് കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നടന്ന ഒരു ഫംഗ്ഷൻ.
അവന്റെ മൂത്ത സഹോദരിയുടെ കല്യാണത്തിനായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങൾ വന്നാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ആ വീടുമായി ചുറ്റിപ്പറ്റി ആയിരിക്കുമല്ലോ. അവന് ഒരു മാമനുണ്ട്, പുള്ളി ചാരായത്തിന്റെ അടിമയാണ്. പുള്ളിക്കാരൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സാധനം എത്ര സ്റ്റോക്ക് ഉണ്ടോ തീരുന്നവരെ പുള്ളിക്ക് ഉറങ്ങാൻ കഴിയില്ല. എത്ര കഴിച്ചിട്ട് തളർന്ന് കിടന്നാൽ ഇടയ്ക്ക് ഉണരുമ്പോൾ പുള്ളി വീണ്ടും തപ്പിപ്പിടിച്ച് ഇഴഞ്ഞിട്ടാണെങ്കിലും അതിരിക്കുന്ന സ്ഥലത്ത് വന്ന് വീണ്ടും കഴിക്കും. മാത്രമല്ല പുള്ളിയുടെ ഏറ്റവും വലിയ കുഴപ്പം, ഈ സംഭവം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വിളിച്ചിരുത്തി കത്തി വെച്ച് കൊല്ലും. പറയുന്നതൊന്നും നമുക്ക് തിരിയില്ല. പുള്ളി പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടാൽ നമ്മുടെ മുഖം പുള്ളിയുടെ നേർക്ക് പിടിച്ചു വെച്ചിട്ടായിരിക്കും വർത്തമാനം പറയുന്നത്. അത് കാരണം പുള്ളി അടിച്ചിട്ടിരിക്കുകയാണെന്ന് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിലേക്ക് നമ്മൾ പോകത്തില്ല. അത് കാരണം ആരെയും കത്തി വയ്ക്കാൻ കിട്ടിയില്ലെങ്കിലാണ് കിടക്കുന്നത്. ഇത് കഴിച്ചില്ലെങ്കിൽ പുള്ളി വളരെ സൈലന്റ് ആണ്. ഇത് കാരണം ഞങ്ങൾ ഒരു പണി ഒപ്പിച്ചു വെച്ചു. കക്ഷി ഒരു റൗണ്ട് കുടിച്ചിട്ടൊന്ന് ചെറുതായി കിടന്നപ്പോൾ പുള്ളി അവിടെ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി കുപ്പിയിലുള്ള സാധനം ഞങ്ങൾ എടുത്ത് കളഞ്ഞു. എന്നിട്ട് അതിൽ വെള്ളം നിറച്ച് വെച്ചു. കക്ഷി ഉണർന്നപ്പോൾ വീണ്ടും അവിടെ ചെന്ന് അതിൽ നിന്ന് ഒരു കുപ്പി എടുത്ത് കുറച്ച് കുടിച്ചു. എന്നിട്ട് വീണ്ടും വന്ന് കിടന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ വീണ്ടും എഴുന്നേറ്റ് പോയി വീണ്ടും എടുത്ത് കുടിച്ചു. അപ്പൊ ഇങ്ങനെ മനസ്സിലാവില്ല ഇത് പച്ചവെള്ളമെന്നല്ലേ. പിന്നെയും വന്ന് കിടന്നു. ഇതെല്ലാം ഞങ്ങൾ ഒളിച്ചിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ ചിരി അടക്കാനും പറ്റുന്നില്ല. വീണ്ടും വീണ്ടും കുടിച്ചിട്ട് പുള്ളിക്ക് അങ്ങോട്ട് ആവുന്നില്ല. പുള്ളി പിന്നെയും വന്ന് കുപ്പിയെടുത്ത് തിരിച്ചു മറിച്ച് നോക്കി. എന്തൊക്കെയോ പിറുപിറുക്കുന്നു, മണപ്പിച്ചു നോക്കുന്നു. ആദ്യം ഒന്നും പുള്ളിക്ക് കാര്യം പിടിയിട്ടില്ല. പുള്ളിയുടെ റിയാക്ഷനും മുഖത്തെ ദേഷ്യവും ഒക്കെ കണ്ട് ഞങ്ങൾ ചിരിച്ചൊരു വകയായി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് പറഞ്ഞ് ചിരിക്കാനും ഓർത്ത് ചിരിക്കാനും ഇതൊരു വകയായിരുന്നു. അയ്യോ, എനിക്ക് ആ രംഗം എൻ്റെ കണ്ണിൽ വരാം. എന്തോരം പേരെ പറ്റിച്ച കാര്യങ്ങൾ ഇതൊക്കെ സിനിമയിലെടുക്കാം ഇതൊക്കെ. പക്ഷെ സിനിമയിൽ എടുക്കാന്ന് പറഞ്ഞത് അഭിനയിക്കല്ലേ, റിയലായിട്ട് കാണാൻ എന്തത് ആള് മണപ്പിച്ചു നോക്കണം, തിരിച്ചു മറിച്ചൊക്കെ നോക്കണതേ ഞാനും ഭാവനയിൽ കണ്ടതാ. ചെറിയേട്ട ആ താർ പൊളിക്കും. അതിനുള്ളിൽ ചെറിയേട്ടൻ കൗബോയ് സ്റ്റൈലിൽ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത് ഞാനത് സങ്കല്പിച്ച് നോക്കി. പൊളിയേ. അപ്പൊ അങ്ങനെ നിവിൻ ഫെർണാണ്ടസിന്റെ ഒരു നല്ല ഒരു ഓർമ്മ, നിവിൻ ഫെർണാണ്ടസ്. അയ്യോ വയ്യ. അടുത്തത് മുല്ല ഷിബിർ. എൻ്റെ കുട്ടിക്കാലത്ത് വീടിനടുത്ത് വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ചാരായം മോന്തി വന്ന വയസ്സന്മാരുടെ ഒരു കലോത്സവമാണ്. ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ താമസിക്കുന്ന കുമാരേട്ടൻ ചാരായം കുടിച്ച് ഒരു BSS സൈക്കിൾ തള്ളിക്കൊണ്ട് വളഞ്ഞു പുളഞ്ഞു വരുന്ന പാമ്പിനെ പോലെ ഒരു വരവാണ് വീട്ടിലേക്ക്. സൈക്കിൾ മുറ്റത്തേക്കിട്ട് ഉമ്മറാക്കോലായിൽ ഇരുന്ന് ഒരു പാട്ടങ്ങട് കാച്ചു. പാമ്പുകൾക്കു മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. ഇത് കേട്ടതും എൻ്റെ ഇക്ക കുമാരേട്ടനെ നോക്കി ഒരു ചാരായത്തിൻ്റെ പിൻബലമില്ലാതെ ഒരു പാട്ടങ്ങട് കാച്ചി. നിലാവിൻ്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം, കിനാവിൻ്റെ പൂങ്കാവിൽ രാപ്പാടി പാടി. കുമാരേട്ടാ, എൻ്റെ കുമാരേട്ടാ. ഇത് കേട്ടത് കുമാരേട്ടൻ, എന്താ വേണ്ട നാറി നിനക്ക്, നിന്റെ അമ്മയുടെ ഒരു നിലാവിൻ്റെ പൂങ്കാവ്, പോടാ നാറി അവിടെ നിന്ന്, ഞാൻ കുടിക്കും, ഇനിയും കുടിക്കും, അതിന് നിനക്കെന്താ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ആള് ചീത്ത. അജേട്ടൻ ചാരായത്തിന്റെ കഥ പറഞ്ഞപ്പോൾ കുട്ടിക്കാലത്ത് ഇതുപോലെയുള്ള ഓർമ്മകൾ നുര പൊന്തിയ. ചാരായം പോലെ നുരഞ്ഞു വന്നു മനസ്സിൽ. ഇത് പണ്ട് കാലത്ത് പറഞ്ഞ പോലെ വഴിവെക്കിലൊക്കെ ചാരായം കുടിച്ചവരൊക്കെ എടുക്കണ്ടാവും. അപ്പൊ അവിടെ അഞ്ചേരിൽ ഒരാള് വെള്ളടിച്ചിട്ട് വഴിയിൽ അവിടെ കിടക്കാണ്. അപ്പൊ അയാളെ പാട്ടണത് പാമ്പുകൾക്കു മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ തലോണില്ലോ. ആള് വഴിവെക്കിലാണ് കിടക്കണത്, തലോണില്ലെന്ന് അവിടെ കിടക്കാനായിട്ട്. മനസ്സിലായി? അങ്ങനെ പാട്ട് പാട്. കൊറേ ആളുകളുണ്ട്. ഒരാളുണ്ട് ആള് ഇവർക്ക് ഈ ചാരായം കുടിച്ച് കഴിയുമ്പോ ഈ കലാവാസനൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുമല്ലേ, പാട്ട് പാടാനുള്ള കഴിവും. ഇവിടെ നമ്മുടെ അവിടെ ഒരാളുണ്ടായിരുന്നു കേട്ടോ. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആള് നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റോഡിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം നീങ്ങിയിട്ടാണ് നമ്മുടെ വീട്. മനസ്സിലായി? അപ്പൊ
സജീൻ്റെ വീടൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ തറവാട് പണ്ട്. അപ്പോൾ ആളെന്ന് വെച്ചാൽ പണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും, സൈക്കിളുമ്പോൾ വരും. സൈക്കിളും തീറ്റ വരില്ല കേട്ടോ. വെള്ളം അടിച്ചിട്ട് മറ്റേ ക്രിസ്റ്റോനോട് പല ഏതൊക്കെ ചാര ഷാപ്പിൽ നിന്നൊക്കെ അടിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ അടിച്ചടിച്ചടിച്ച് അങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നല്ല പൂരായിൻ്റെ ആവും. നല്ല പാട്ട് പാടിയിട്ടാണ് വരിക. നല്ല പാട്ട് പാടി വന്നിട്ട് പിന്നെ നമ്മുടെ സജീൻ്റെ വീടിൻ്റെ അവിടെ പാറ പോലെ പാറയും ഇതൊക്കെ അവിടെ ഒരു മാവൊക്കെ ഉണ്ട്. അവിടെ വന്നിട്ട് ഒറ്റ കെടുപ്പ് അവിടെ വന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോലില്ല. അപ്പൊ അവിടെ കിടന്ന് ഇങ്ങോട്ട് പാട്ട് പാടി അങ്ങോട്ട് കൊണ്ടിരിക്കും. അപ്പൊ ഇയാളെ പാട്ട് പാടിക്കൊണ്ടിരിക്കും. നമ്മൾ ചെന്നിട്ട് പറയും ദേ ആളവിടെ വന്ന് കിടക്കണ്ട കേട്ടാ എന്ന് പറയും. അപ്പൊ ആളെ ഭാര്യയും പിള്ളേരും മക്കളൊക്കെ വന്നിട്ട് ആളെ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുപോയിട്ട് അകത്ത് കൊണ്ടുപോയി എടുത്തു. അത് ആളെ സ്ഥിരം പരിപാടിയാ. കാരണം നല്ല സുഖമാണ് അവിടെ പിന്നെ കൊണ്ടുപോകാനായിട്ട് ആൾക്കാർ വരില്ല. അങ്ങനെ എന്തെല്ലാം ഇതുകളുണ്ട്. അങ്ങനെ കണ്ടമാനം പേരുണ്ട് ആ സമയത്ത്. ഒക്കെ മാറിപ്പോയി. അടുത്തത് പ്രസന്ന ഉണ്ണികൃഷ്ണൻ. പൂക്കൾക്കിടയിൽ മറ്റൊരു വലിയ പൂ പോലെയാണ് ഇന്ന് സരിതയെ കണ്ടപ്പോൾ തോന്നിയത്. അടുത്തത് സ്കോട്ട് മലയാളി ജേണീസ്. ഓഫ് ഡേയിൽ നിങ്ങളുടെ കൃഷിപ്പണി കണ്ടുകൊണ്ടാണ് ഞാൻ അടുക്കളപ്പണി ചെയ്യുന്നത്. മിക്ക പ്രവാസികളുടെയും മനസ്സിലൊരു നോവാണ് നാട്. ഒരുപാട് നന്ദി. കവിത എന്നാണ് പേര് അല്ലേ? അടുത്തത് എൻ്റെ അടുക്കള. ആ ചെടികളൊക്കെ നിവർത്തി കെട്ടിയപ്പോൾ എന്ത് ഭംഗിയാണ് കാണാൻ. അതേ സരിതയെ സ്ഥിരമായി കമൻറ്റ് ചെയ്യുന്നതിലും ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. എന്നും നിങ്ങളെ ഇങ്ങനെ കണ്ട് ഞങ്ങളുടെ ആരൊക്കെയോ ആണ് നിങ്ങൾ എല്ലാവരും. എല്ലാവരോടും ഒരു പ്രത്യേക അടുപ്പമാണ്. സന്തോഷം. അടുത്തത് വിമല. അജോസ് ഫാമിലി മെമ്പേഴ്സ്. സരിത വീഡിയോ കണ്ട് ഒരുപാട് ഇഷ്ടം. ചെണ്ടുമല്ലി ചെടികൾ പിടിച്ചു കെട്ടിയപ്പോൾ ഒരു ആശ്വാസം തോന്നും. ഭംഗിയുണ്ട്. അജു ബ്രോയുടെ ചാരായ കഥകൾ അടിപൊളി. പിന്നെ പണ്ട് കാലം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മുടെ ഇവിടെ നാട്ടിൽ അക്കാലത്ത് ഇടവഴികളായിരുന്നു, കയ്യാലയായിരുന്നു, മതിലുകളില്ല. അപ്പോൾ ഈ കച്ചവടം നടത്തുന്നവർ അതിനിടയിൽ ഒളിപ്പിച്ചു വെക്കും. ഞാൻ പറയുന്നത് 70കളിലത്തെ കാലമാണ്. പക്ഷെ ഇവരെ കൊണ്ടൊരു ശല്യവും ഇല്ലായിരുന്നു. വയസ്സായ ആൾക്കാർ ആണ് കസ്റ്റമേഴ്സ്. അടുത്തത് വിജയലക്ഷ്മി. ഇവരോട് ശല്യമൊന്നുമില്ല. നമുക്ക് ശല്യമൊന്നുമില്ല. എന്താ ശല്യം എന്നറിയോ? ഇവർ ചാരായ കച്ചവടം നടത്തുമ്പോൾ ഇങ്ങനെ ആളുകൾ വരിയായിട്ട് അങ്ങോട്ട് വരും. പല ആളുകളും ഈ പല തരക്കാരുണ്ടാവും. ശല്യമൊന്നുമില്ല. പക്ഷെ നടത്തണ ആ ഏരിയ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയായിട്ട് മാറും. പിന്നെ ഇത് ചെയ്യണ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛന്മാര് കുടിച്ചു വന്നിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവും. അവർക്ക് ഇവരോട് ദേഷ്യം ഉണ്ടാവും. പണിയെടുക്കണ കാശ് മുഴുവൻ ഇവർക്കല്ല കൊടുക്കണം. വീട്ടില് ദാരിദ്ര്യം, അച്ഛൻ കുടുംബത്ത് മര്യാദ കാശ് തരുന്നില്ല, വീട്ടിൽ വന്ന് പ്രശ്നം. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും. വിജയലക്ഷ്മി. അജുവിന്റെ ഈ അനുഭവ കഥകൾ കേൾക്കാൻ എന്ത് രസമാണ്. വേഗം പുസ്തക രൂപത്തിലാക്കൂ. വായിക്കാൻ ഞങ്ങൾ റെഡി. ഈ വീഡിയോയിൽ അജു എത്ര തവണ ചാരായം എന്ന് പറഞ്ഞു എന്നറിയോ? അതുപോലെ ഇന്ന് അജു മനുഷ്യനെ ചിരിപ്പിച്ചു കൊന്നു. അടുത്തത് മീര മാധവൻ. നല്ല ഗെറ്റപ്പുള്ള വണ്ടിയായ താർ. ഇപ്പോഴുള്ള വണ്ടികളേക്കാൾ കാണാൻ തന്നെ സ്റ്റൈലാ. എവിടെ കണ്ടാലും ഞാൻ നോക്കാതെ പോവില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് ആ വണ്ടി. ജീവിതം ആസ്വദിക്കൂ ചെറിയേട്ടാ. ആശംസകൾ. താർ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഞാനും ചെറിയേണ്ട പോലെ തന്നെ അതിന്റെ ചുറ്റും വെറുതെ നടന്നു നോക്കി നോക്കും. ഞാൻ എന്നിട്ട് നാളെ ചോദിച്ചത് എന്തോ നിങ്ങൾക്ക് എല്ലാവരും അല്ലൻ ചേട്ടനും പറയണ്ടായിരുന്നു താറ് വാങ്ങിക്കുന്നേ. അമലുവിൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലൻ ചേട്ടൻ്റെ മോൻ്റെ അടുത്ത്. അവനിപ്പോൾ CMA പഠിക്കണേ. നീ അത് ഫുള്ള് മറ്റേ ഫൈനൽ പാസ്സായി വന്നു കഴിഞ്ഞാൽ നിനക്ക് എത്ര വെച്ചാൽ റെഡി ക്യാഷ് എടുത്ത് തരും. ലോണിനൊന്നും വാങ്ങിക്കേണ്ട, താറ് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അതും മറ്റേ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലൻ ചേട്ടൻ മുന്നേ പറഞ്ഞത് എനിക്കറിയാം. ചേട്ടനും ഒരു ദിവസം പറയണായിട്ടുണ്ട് ഞാൻ. നമുക്ക് ഇനി വണ്ടികളുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഈ ജാസ് തന്നെ ധാരാളം. പിന്നെ ഇനി എന്തെങ്കിലും ഒരു വണ്ടിയും കൂടി വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ താറ് വാങ്ങിക്കണം എന്നുണ്ട് എനിക്ക്. അങ്ങനെ ഒരു ദിവസം പറയണ്ടായിരുന്നു. പിന്നെ ഇപ്പം ചെറിയേട്ടനും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിക്കുന്നത് എന്ത് ഈ വണ്ടിക്ക് ഇത്ര പ്രത്യേകത? എല്ലാവരുടെയും ഒരു സ്വപ്ന വണ്ടിയായി മാറാൻ മാത്രം ഇതിനെന്തുട്ട പ്രത്യേകത? നീ എന്താണെന്നറിയില്ല, എന്തോ ഒരു ഇഷ്ടമുണ്ട്. അടുത്തത് സന്ധ്യ പ്ലാക്കൽ. അജുവേട്ടൻ്റെ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ ഞങ്ങളെയും ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ആളുകൾ ചീട്ട് കളിക്കുമായിരുന്നു. അവർ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലെ ഉൾവഴിയിലൂടെ പോലീസ് ജീപ്പ് വരെ ശബ്ദം കേട്ടാൽ അവർ പല സ്ഥലത്തേക്ക് ഓടിമറയും. ചില ബിരുദന്മാർ നെൽകൃഷിയിലേക്ക് ഇറങ്ങി കള പറിക്കാൻ തുടങ്ങും. ആ രസകരമായ കാഴ്ച ഓർമ്മ വന്നു. ആദർശ് പണിക്കർ. കൊള്ളാം, മനോഹരം. പൂക്കളെല്ലാം പിടിച്ചു കെട്ടിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പൂക്കൾക്കൊപ്പം പൂക്കളം കൊണ്ടുള്ള ഉടുപ്പിട്ട് സരിതയും തിളങ്ങി. പിന്നെ ഒരു രക്ഷയില്ലാതെ ചിരിച്ച് തലകുത്തി അജുവേട്ടൻ്റെ കഥ കേട്ട് ചാരായ ഒഴുകി വരുമ്പോൾ കൈകൊണ്ട് കോരി കുടിക്കുന്ന ആ രംഗം കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകരെയും ചിരിപ്പിച്ച് തലകുത്തി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേക കണ്ടന്റുകൾ ഒന്നുമില്ലാതെ വീട്ടിലെ നിത്യസംഭവങ്ങളെ വർണ്ണചിത്രങ്ങളാക്കി മാറ്റി
വളരെയേറെ ഭംഗിയുണ്ട് വീഡിയോ, സൂപ്പർ. അവസാനം ചെറിയേട്ടൻ്റെ വരവും കൂടിയായപ്പോൾ വീഡിയോ സംഭവം ബഹുലമായി. എല്ലാവർക്കും ആശംസകൾ. ഹാപ്പി. സ്നേഹം. ഇഷ്ടം. മറ്റൊരു വർണ്ണ ചിത്രത്തിനും പാട്ടിനുമായി കാത്തിരിക്കുന്നു. ശുഭപ്രതീക്ഷയോടെ സസ്നേഹം പണിക്കർ. സന്തോഷം. അടുത്തത് എഞ്ചിനീയർ സുരേഷ് ബാബു. എൻ്റെ പേര് രശ്മി സുരേഷ്. നിങ്ങളും ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർ തന്നെയാണ്. എന്നും രാവിലെ മക്കൾ പോയാൽ ആദ്യം കാണുന്നത് നിങ്ങളുടെ വീഡിയോ ആണ്. ഒരുപാട് വർഷങ്ങളായി കൂടെ കൂടിയതാണ്. സന്തോഷം. എഞ്ചിനീയർ എന്നാന്ന് വിചാരിക്കണം ഞാൻ. ENGR എന്ന് എഴുതിയിട്ട് ഒരു കുത്തിട്ടിട്ട് സുരേഷ് ബാബു. രശ്മി സുരേഷ്. അപ്പൊ ഈ സുരേഷ് ബാബു എന്ന് പറഞ്ഞ ആളുടെ ഭാര്യ ഇരിക്കുന്നത് രശ്മി സുരേഷ്. അടുത്തത് തോമസ് മംഗലം. നമസ്കാരം ഉണ്ട് കേട്ടാ. ഇമ്രാന്റെ വികൃതികൾ നിങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടേ ഇമ്രാൻ തോന്നുള്ളൂ. ഇന്നലത്തെ വീഡിയോയിൽ ചവിട്ടുപടിയിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞു ചവിട്ട് നാടകം കണ്ടു. ഇന്നാൾ ഇമ്രാന് ഹോൾസെയിലായി ചെരുപ്പ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് സെക്കൻഡ് ഷർട്ട് കൂടി വാങ്ങിച്ചു കൊടുക്കൂ. പാവം ഇമ്രാൻ ബോറടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കടിച്ചു വലിക്കണ്ടേ. തക്കാളിക്ക് താങ്ങ് കൊടുത്ത പോലെ ചെണ്ടുമല്ലിക്കും നിവർന്നു നിൽക്കാൻ കുറ്റിയടിച്ച കയറെങ്കിലും വലിച്ചു കെട്ടിയാൽ മതിയാകും. ഇതതിന് മുന്നത്തെ വീഡിയോ. അതിനുശേഷമാണ് നമ്മളൊക്കെ കുറ്റിയടിച്ച് കെട്ടിയത്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നന്നായി കാണാം. ഒക്കെ തല നിവർത്തി നിൽക്കുക. ഇവിടെ നോക്കി കഴിഞ്ഞാലേ ആ പറമ്പില്. അടുത്തത് സിജി രാജേഷ്. സരിത ഇപ്പോഴും അങ്ങനെ കഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മതി കേട്ടോ. അടുത്തത് അഞ്ജു ഷാജി. നിങ്ങൾ മീൻ ചത്ത കാര്യം പറഞ്ഞില്ലേ മറ്റു വല്ലവരും ആണെങ്കിൽ അതിന് അതിശയം കൂട്ടി വലിയ കണ്ടന്റ് ആക്കുമായിരുന്നു. അതെ, അത് ശരിയാണ്. വേണമെങ്കിൽ അതിൻ്റെ അടുത്ത് തളർന്നിരിക്കണ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഒരശ്രദ്ധ കാരണം എല്ലാം ചത്തുപോയി എന്നൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഭയങ്കര ഇത് കിട്ടുമായിരിക്കും. പക്ഷെ ആ സമയത്ത് നമുക്ക് അതൊന്നല്ല ഓർമ്മ. അയ്യോ, എനിക്ക് കുറ്റബോധം കൊണ്ട് എൻ്റെ ഒരു അശ്രദ്ധ കാരണം എത്ര പറ്റുങ്ങൾ ശ്വാസം കിട്ടാണ്ട് പെടഞ്ഞ് മരിച്ചില്ലേ ദൈവമേ എന്നൊക്കെ ആലോചിച്ചിട്ടേ അങ്ങനെ. ഇപ്പം അത് കാരണം ഭയങ്കര ശ്രദ്ധയാണ്. അതുപോലെ എനിക്ക് ടാപ്പ് തുറന്നിട്ടാലും മറക്കും. ഈ അലാറം വെച്ചില്ലെങ്കിൽ ടാപ്പ് തുറന്നതെന്ന് അറിഞ്ഞ് നേരെ വെള്ളം പോകാൻ കോഴിക്കൂട്ടിലേക്ക്. എന്നിട്ട് കോഴികൾ വെള്ളത്തിലാവും. അതിൽ നമ്മളതായത് വെള്ളം കളഞ്ഞിട്ട് പിന്നെ ടാപ്പ് തുറന്നിടല്ലോ നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ഹസീന മുസ്തഫ. ഇന്നത്തെ വീഡിയോ അതിമനോഹരം. ഒരു സത്യനന്ദിക്കാട് സിനിമ കണ്ട പ്രതീതി. സരിതയെ പണ്ട് ഞാൻ മുറ്റം അടിച്ചിട്ട് നോക്കി നിൽക്കുമായിരുന്നു. തെങ്ങിൻ്റെ പൂ വീഴുമ്പോൾ പെറുക്കി കളഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഓർത്ത് ചിരിക്കും. ശരിയാ, എനിക്കും അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു. നമുക്ക് അടിച്ചു വാരിയിടുക, വീടിൻ്റെ ഉള്ളൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയൊക്കെ എടുക്കണത്. പിന്നെ അവിടെ ആരും അത് വൃത്തികേടാക്കാൻ. കല്യാണത്തിന് മുമ്പ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ തുടച്ചോടത്ത് ഉണങ്ങണേലും മുന്നേ ആരെങ്കിലും ചവിട്ടി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അതായത് എന്നെ എല്ലാവർക്കും പേടിയാണ്. ആരും അതിൽ കൂടെ ചവിട്ടില്ല ഞാൻ തുടച്ച് പോയി കഴിഞ്ഞാൽ. എനിക്ക് അവർ കാൽപ്പാടങ്ങാനും പിന്നെ ഉണങ്ങുമ്പോൾ കണ്ടു കഴിഞ്ഞാലേ ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ടായാലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ അല്ലെങ്കിലും 2 വീട്ടിലല്ലായിരുന്നു. അപ്പോൾ അവിടെ തുടയ്ക്കണ പണി അങ്ങനത്തെ പണികളൊക്കെ എനിക്കായിരുന്നു. അലക്കല് തുടയ്ക്കല് അങ്ങനത്തെ. ഇവിടെ മിറ്റം ഫുൾ അടിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണുമിറ്റല്ലേ നല്ല ഭംഗിയായിരുന്നു. അപ്പൊ സരിത ഇവിടെ കുറെ നേരം അറിയത്ത് അത് നോക്കിയിരിക്കും. സംതൃപ്തിയാണ് അതങ്ങനെ കാണാനായിട്ട്. 1.5 മണിക്കൂർ നേരത്തെ പണിയാണ്. വിനോദിനി KP. ഏഷ്യാനെറ്റിൽ വൈകുന്നേരം 6:30 സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം സീരിയലിലെ മീനാക്ഷി എന്ന കഥാപാത്രത്തിന് സരിതയുടെ മുഖച്ചായിയാണ്. കണ്ടു നോക്കൂ. എന്റെ ദൈവമേ, എനിക്ക് എന്തോരം പേരെ മുഖച്ചായ അതുണ്ടാവും. കുറെ പേര് പറയണ്ട് മമിത ബൈജു. പിന്നെ ആരാണ് വേറെ സ്ഥിരം ഒരു കമന്റ് വന്നു തുടങ്ങുന്നു. ഒരു പെൺകുട്ടി, ഒരു നമ്മളധികം കണ്ടിട്ടില്ലേ അതിനെ അധികം സിനിമയില്. അതിന്റെ പേര് എന്നിട്ട് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയത് ആരാളെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പതേ സാന്ത്വന സീരിയലത്തെ മീനാക്ഷി. അതാരണാവോ നോക്കി നോക്കണം ആരാണ്. നമ്മൾ സീരിയൽ കാണാറില്ല, അതാരണം അറിയില്ല. രോഹൻ സുരേഷ്. അത് ശരി, ജീവന് വേണ്ടി പിടയ്ക്കുന്ന മീനുകളെ കണ്ടപ്പോൾ ഓടിപ്പോയി വെള്ളം ഒഴിച്ചു കൊടുത്ത ജഗ്ഗുവിന്റെ തലയിലായോ കുറ്റം? അത് മറന്നുപോയ ആൾക്ക് ഒരു കുറ്റവും ഇല്ല. പാവം ജഗ്ഗു. അയ്യോ, അവന് കുറ്റം എന്നല്ല പറഞ്ഞത്. അവന് നമ്മളെ ഒന്ന് വിളിക്കായിരുന്നു എന്നാ പറഞ്ഞ. അവൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ. ഇങ്ങനെ ഒന്ന് വിളിക്കായിരുന്നു നമ്മളെ. ഉറക്കെ വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഉണർന്നേനെ. അതന്നെ, അതാണ് ഉദ്ദേശിച്ചേട്ടോ. അല്ലാണ്ട് അവന്റെ പേരിൽ കുറ്റം പറഞ്ഞതല്ല. അവൻ പൈപ്പും തുറന്നിട്ട് പിന്നെ വെള്ളം മറ്റോടത്തുനിന്ന് പിടിച്ചുകൊണ്ട് ബക്കറ്റിൽ കൊണ്ട് ഒഴിക്കുക. ബക്കറ്റിൽ വെള്ളം അവനെന്തൊരു ചെയ്യുന്നറിയോ? ബക്കറ്റിൽ 2 ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് വേഗം തന്നെ ഭയങ്കരമായിട്ട് പിടയ്ക്കണ മീനുകളില്ല അതിനൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടു. കാരണം അതിൽ വെള്ളമായി വരുമ്പോൾ കുറെ സമയമാവുമല്ലോ. എന്നിട്ട് ബക്കറ്റിൽ അതൊക്കെ കാരണമാണ് കൂടുതൽ പേര് ചാവാണ്ടിരുന്നേ. കുറെ 3-4 കോഴിക്കാർപ്പുകൾ മലർന്നതാ, ചത്തു തന്നെ വിചാരിച്ചു. പക്ഷെ അവര് പിന്നെ ശരിയായി നേരെ വന്നു. അടുത്തത് സുമതി മണി. ഈ അജുവിന്റെ കയ്യിൽ നിന്ന് പുതിയ പുതിയ വാക്കുകൾ കിട്ടും. എനിക്ക് വലിയ ഇഷ്ടമാണ് അജുവിനെ. അടുത്തത് മിനി ജോഷി. ചെറിയേട്ട വരുമ്പോൾ സരിതയുടെ ഡയലോഗ്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അത് കലക്കി.
അടുത്തത് ഗൗരി കേശവ്. ഗുഡ് ആഫ്റ്റർനൂൺ നജേട്ടൻ, സരിത, ജഗു. നിങ്ങളുടെ കുടുംബ വഴക്ക് വീഡിയോ, അതായത് ഷോർട്സ്, ഇന്നലെ വൈകിട്ടാണ് കാണുന്നത്. ജോലിയിൽ ടീ ബ്രേക്ക് ടൈം കിട്ടിയപ്പോ ആണ് അത് കണ്ടത്. എൻ്റെ അമ്മോ, ജയന്തി ചേച്ചിയുടെ ഇജ്ജാതി അഭിനയം, ഇടയിൽ സരിതയുടെ പേടിച്ചുള്ള നിൽപ്പും, പിന്നെ പൃഥ്വിരാജ് മോനേ എന്നുള്ള വിളിയും, ഒന്നും പറയാനില്ല. എല്ലാം കൂടെ ആയപ്പോൾ ചിരി പിടിച്ചു നിർത്താൻ മാക്സിമം ട്രൈ ചെയ്തു. നവരസങ്ങൾ എല്ലാം തന്നെ മുഖത്ത് മിന്നി മറിഞ്ഞു. മാക്സിമം ട്രൈ ചെയ്തു ശബ്ദം പുറത്തു വരാതിരിക്കാൻ. പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം എന്നെ നോക്കുവാണ്, ഇതെന്തൊരു ജീവി എന്ന മട്ടിൽ. സാരമില്ല, ഇടവേളകൾ ആനന്ദകരമാക്കാം എന്ന ഫേമസ് ഡയലോഗ് ഇവിടെ സമർപ്പിക്കുന്നു. ഒരു തവണയല്ല, വീണ്ടും വീണ്ടും കണ്ടു. അങ്ങനെ ഞാൻ എൻ്റെ ഇന്നലത്തെ ഇടവേള വളരെ ആനന്ദകരമായി നാണം കെട്ടു. ഇതുപോലുള്ള സ്ട്രെസ് റിലീഫ് ആയുള്ള വീഡിയോസ് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനെ ഹെഡ്ഫോൺ വെച്ചിട്ടാണ് കാണുകയും ചെയ്യുന്നത്. നമ്മുടെ ചിരി മാത്രമല്ല, പുറത്തുള്ളവർ കാണണം കേൾക്കണമല്ലോ. അപ്പൊ അവർ വിചാരിക്കും ഇത് എന്തുട്ടിരുന്നു ചിരിക്കണേന്ന് മനസ്സിലാവില്ലല്ലോ അവർക്ക്. അടുത്തത് ബിന്ദു ധനജൻ. ഡ്യൂറ്റ് പാടിയത് വളരെ നന്നായിരുന്നു. ശരം തൊടുത്തു എന്ന് പാടിയത് അഭിനയിച്ചത് എന്തു രസമായിരുന്നു, സമ്മതിച്ചു സരിതേ. അയ്യോ, അത് ഞാൻ വെറുതെ ആ സമയത്ത് തോന്നിയത് ചെയ്തതാ. പിന്നെ പഴയ നടിമാരുടെ കണ്ണിന്റെ എക്സ്പ്രഷൻ സൂപ്പർ. വേദന പാടിയപ്പോൾ സരിതയ്ക്ക് ചിരി പൊട്ടി. എനിക്ക് ചിരി വന്നു. അത് ശരിക്കും കുറച്ച് വട്ടം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ചിരിക്കാണ്ട് ശരിക്കും അഭിനയിച്ച് ചെയ്യരുത്. ചേട്ടനും അഭിനയിക്കണം. അടുത്തത് ശോഭ കണ്ണൻ. ഗ്രോ ബാഗിലായതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് ഇഞ്ചികൾ പരസ്പരം പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാം. ഓ ദൈവമേ, രക്ഷപ്പെട്ടു. എന്തോരം വട്ടയിലെ ഇഞ്ചികളെ മാറ്റി ഇനി അവിടെ നിന്ന് മാറ്റുമോ? അല്ല, ഇനിയിപ്പോ കുഴപ്പമില്ല, ഗ്രോ ബാഗിലല്ല ഇരിക്കുന്നത്. ഇനി മാറ്റും. അല്ല, ഒരു കട പറിച്ചപ്പോ ഒരു കിലോ മീത കിട്ടിയില്ലേ നമുക്ക്? എന്തോരം ഇഞ്ചി കിട്ടിയേ? ഇപ്പൊ എത്ര നാളായി? എന്തൊരു നല്ല ഇഞ്ചി, നല്ല മണവും. തൊലി കളയാനാണ് ഇങ്ങനെ വെറുതെ തൊലി കളയണ്ട, ഇങ്ങനെ ആക്കുമ്പോ അതിന്റെ തൊലി പോവും. വീട്ടിലത്തെ ഇഞ്ചി, ഇതാണ് വീട്ടിലത്തെ ഇഞ്ചിയുടെ ഗുണം. അപ്പോൾ നിർത്താം, നമുക്ക്. നല്ല രസമായിരുന്നു കമൻറ്റ് വായന. അപ്പോൾ നിങ്ങൾ വീണ്ടും കമൻറ്റുകൾ ഇടുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.